ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കഴിഞ്ഞ നമ്മൾ പഠിച്ചതാണ്, നിങ്ങളാരും കാണാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുക്കുന്നുള്ളൂ. റിലേഷൻ ബിറ്റ്വീൻ എൻവയറമെൻറ്റ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹൗ വി ക്യാൻ എക്സ്പ്രസ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്, യു നോ ഡീപ്ലി അബൌട്ട് ദിസ് ടോപ്പിക്. Out of nothing we can explain lot of things that gives a relationship between the environment and economic development. See, development take place in the context of an environment, അല്ലേ? അതൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പ്രകൃതി ഉപയോഗിച്ചാൽ, അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ഒത്തിരി എടുക്കുന്നുണ്ട്, പ്രകൃതിക്ക് ഒത്തിരി ദോഷവും വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ലിങ്കേജാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയറമെൻറ്റ് ആർ ഹൈലി റിലേറ്റഡ്. നോ നീഡ് ഫോർ സച്ച് ആൻ ഇൻട്രഡക്ടറി സെൻറ്റൻസ്. വി നോ environment is important to give basic inputs to economy. In what context and in what points, we can say that environment is highly related, economic development is highly related to environment. First is that we are using input. Every economic activity is sometimes maybe an industrial activity, maybe a service sector activity. Even we are living in a particular place, we removed all the vegetation there, we conditioned the soil, we made the landscaping, there are no animals there, no small insects. So after all, we have conditioned that particular area. So that itself shows some sort of a relationship between our economic activity of building a home and the environment. Okay, it gives the human beings a habitat system. So what is a habitat? What is the meaning of a habitat? നമ്മളൊരു ഹാബിറ്റാറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഹാബിറ്റാറ്റ് ഞാൻ വാക്കൊന്ന് എഴുതിക്കോട്ടെ. എന്താണ് ഹാബിറ്റാറ്റ്? ഈ ഹാബിറ്റാറ്റിന് ഓരോ അർത്ഥമുണ്ട്. അതിന് യാതൊരു ബാബുവിനെ ഒന്നും കാണാറില്ലല്ലോ, ബാബു ഒന്നും, സോറി കേട്ടോ. അപ്പോൾ ഈ ഹാബിറ്റാറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ കാണുമോ? നമുക്കതിനെ ഒരു മലയാളം വാക്ക് ഞാനിങ്ങനെ ഒത്തിരി അന്വേഷിച്ചു. എന്താണ് ഹാബിറ്റാറ്റ് മീൻസ് ആവാസ വ്യവസ്ഥ, ആവാസ സ്ഥലം, ജീവിക്കുന്ന സ്ഥലം എന്നൊക്കെ അതിനൊരു അർത്ഥമുണ്ട്. അപ്പം നിങ്ങളൊരു ഹാബിറ്റാറ്റ്, നമ്മളെല്ലാം ഹാബിറ്റാറ്റുള്ളവരാണ്. അപ്പം നമുക്ക് മരുഭൂമിയിൽ ചെന്ന് ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ജീവിക്കാൻ പറ്റത്തല്ല. ചൂടുകാറ്റുണ്ട്, അന്തരീക്ഷത്തിൽ പൊടിയുണ്ട്, ശരിയല്ലേ? പിന്നെ അവിടെ നമുക്ക് വേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ എന്തില്ല. നമുക്കൊരു ഒരു ചുക്കാപ്പി കുടിക്കണമെങ്കിൽ ചുക്കില്ല, ചുക്കാപ്പി അവിടെ കൊണ്ടുപോയാൽ വെട്ടിക്കാത്ത, അല്ലെങ്കിൽ തുളസിയില്ല, തുളസിക്ക് നമ്മൾ പനിക്കൊക്കെയാണെങ്കിൽ തുളസി കഴിക്കില്ല, അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്. സോ ഇതൊന്നും ഇല്ലാതെ നമ്മൾ മരുഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ ജീവിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുള്ളൂ. ലഡാക്കിലൊക്കെ പോകുന്ന ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാലോ, നമ്മുടെ എന്തോ ഒരു അസുഖം വരുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താണ് കൈവരലൊക്കെ ഇങ്ങനെ രക്തം കട്ട പിടിച്ചോടെ കട്ട പിടിപ്പിക്കുന്ന ഒന്നിനും കൊള്ളില്ല, കൈമുറിൽ മുറിച്ച് കളയേണ്ട അവസ്ഥ വരും. നമുക്ക് പറ്റിയ ഹാബിറ്റാറ്റ് അല്ലത്. നമ്മളിവിടുന്ന് എങ്ങോട്ട് പോയാലും ഇതിനേക്കാളും വളരെ നല്ല സ്ഥലങ്ങൾ കുറവാണെന്ന് നമുക്ക് മനസ്സിൽ പറയേണ്ടി വരും. സോ ഫോർ ദി ഹ്യൂമൻ ബീങ്സ് ദർ ഇസ് എ ഹാബിറ്റാറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് വാട്ട്? ഫസ്റ്റ് ഈസ് ദ വെജിറ്റേഷൻ. സോ വാട്ട് ഈസ് വെജിറ്റേഷൻ? നിങ്ങൾ പറയും ഞാൻ വെജിറ്റേഷൻ എന്ന് പറയും. അങ്ങനെയല്ല. വെജിറ്റേഷൻ മീൻസ് ദ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അതർ സ്മോൾ small creepers etc. living in a particular area is called vegetation. ഈ ഒരു ടെക്നിക്കൽ വാക്കാണ് ജോഗ്രഫിയിലെ. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ദർ. അപ്പം നിങ്ങളിപ്പോൾ അലാസ്കയിൽ പോയി, അലാസ്ക ചുമ്മാ എടുത്ത് നോക്കി, ഇന്ന് ക്ലാസ് ഫ്രീ ആകുമ്പോൾ അലാസ്കയിലൂടെ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോക്കകത്ത് അലാസ്കയിൽ കൂടെ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോക്കകത്ത് ബൈക്കിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ബൈക്കിൽ പോകുന്നതല്ല, ബൈക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എവിടെയെന്ന് പറയും? സൈബീരിയയിലാണ്. എന്നിട്ട് ട്രാൻസ് സൈബീരിയൻ ട്രെയിനിലൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് കാണാമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകണമെന്ന് തോന്നുന്നു. നിങ്ങൾക്കും പോകണമെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യമെങ്കിലും പോകേണ്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ അലാസ്കയൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിടെ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ, ആർട്ടിക്കിലേക്ക് പോകണമെങ്കിൽ 2 തരം ചെടിയേ കാണുള്ളൂ. അത്രയും ചെടികളെ കാണുള്ളൂ. പൈൻമരം തന്നെ കണ്ട് കോർണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇങ്ങനെ ഇരിക്കുന്ന ഫോറസ്റ്റ് ചെടി, എന്താണ് മരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കോണിഫറസ് ഫോറസ്റ്റുകൾ, പൈൻ മരങ്ങൾ മാത്രമേ കാണുള്ളൂ. ഡൈവേഴ്സിറ്റി ഇല്ല. എന്തില്ല? ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഗീവ്സ് അസ് എ ബെറ്റർ ലിവിങ് എൻവയറമെൻറ്റ്. ബെറ്റർ വാട്ട്സ്? ബെറ്റർ അഭിജിത്ത് തന്നു. ബെറ്റർ ലിവിങ് എൻവയറമെൻറ്റ് അല്ലേ? നമ്മളിപ്പോൾ ഒത്തിരി ജീവികളുണ്ട്. മയിലില്ലായിരുന്നെങ്കിലോ? ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ. ആനയില്ലായിരുന്നെങ്കിലോ? diversity പറഞ്ഞാൽ. So you consider each and every animals are not there. We are alone there. Life will be quite boring. ഓക്കെ, വാട്ടെവർ മേ ബി. നമ്മൾ പാമ്പിനെ നമുക്ക് ഇഷ്ടമില്ല അല്ലേ? മൃഗശാല പാമ്പ് രാജവെമ്പാല അടിച്ച് അവിടുത്തെ ആൾ മരിച്ചു പോയി നമ്മൾ കണ്ടു.
നമ്മൾ തീരുമാനിക്കുമോ ഇന്ന് ഈ പാമ്പുകളൊന്നും ലോകത്ത് വേണ്ടാന്ന് തീരുമാനിക്കുമോ? നമ്മുടെ അടുത്ത് വേണ്ട, വേറെ എവിടെയെങ്കിലും താമസിക്കട്ടെ, അങ്ങനെയെങ്കിലും നമ്മൾ തീരുമാനിക്കില്ലേ? വേണ്ട എന്ന് നമ്മൾ പറയില്ല. സോ ഓൾ ദോസ് ആനിമൽസ്, ഇൻസെക്ട്സ് ആൻഡ് പ്ലാന്റ്സ് ആർ നീഡഡ്. സോ ഈവൻ ഫോർ അസ് all the animals and plants give some facilities. അപ്പോൾ നമ്മളങ്ങനെ ഈ വെജിറ്റേഷൻ എന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കപ്പ, അങ്ങനെ എന്തെല്ലാം വേറെ എത്ര ഉണ്ട്, റബ്ബറുണ്ട്, പിന്നെ എല്ലാം അതൊക്കെ നമ്മൾ നടുന്ന നെല്ലുണ്ട്, വേറെ എല്ലാം ഇതെല്ലാം പള്ളയിൽ എന്തെല്ലാം സസ്യങ്ങളുണ്ട് പുറം പ്രദേശത്തെ. അപ്പോൾ അവയൊക്കെ നമുക്ക് ആവശ്യമാണ്, ഒന്നിനല്ലെങ്കിൽ വേറൊന്നിനും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ, അപ്പോൾ നമുക്കതില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുമല്ല. വെജിറ്റേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ് പാർട്ട് ഫസ്റ്റ്. deleted. Then first is vegetation അല്ലേ, നമ്മുടെ വീട് നമ്മുടെ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. നമ്മൾ ശരിക്കും പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റാണ്. എന്താണ് റെയിൻ ഫോറസ്റ്റ്? നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടേ നമ്മൾ മരിച്ചു പോകാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പറഞ്ഞാൽ മരിക്കണമെന്നല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദ എൻവയറമെൻറ്റ് വിച്ച് വി ആർ ലിവിങ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല, മഴക്കാട് എന്നത്, അവിടെ എന്താ പറയുക, മഴ ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് റെയിനാണ്, ഭയങ്കരമായിട്ട് സൺലൈറ്റ് ആണ്, ഭയങ്കരമായിട്ട് പ്രൊഡക്ടിവിറ്റി ആണ്. വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി? പ്രൊഡക്ടിവിറ്റി മീൻസ് ദ സ്പീഡ് അറ്റ് വിച്ച് പ്ലാന്റ്സ് ഗ്രോ. Plants flowering, they are giving they are on fruits like that. So that is called the productivity is very high. When the plants are growing big, the animals, plant eating animals can grow. So when the plants eating animals can grow, the humans can grow. So there is interconnection between our environment and our habitat. Let me write that word again, the habitat. Okay, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഭയങ്കര സസ്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു വലിയ സസ്യമാണ് കുടപ്പന. വലിയ കുടപ്പന കേട്ടോ, ഭയങ്കര ഇലയാണ്, ഇങ്ങനെ ഇരിക്കും എൻ്റെ ഇല. കുടപ്പന ഇങ്ങനെ ചേമ്പുല പോലെ അല്ല ഇരിക്കും കേട്ടോ, എന്നിട്ട് ഇങ്ങനെ എനിക്ക് വരയ്ക്കാൻ നിർത്തി. എന്നിട്ട് അതിൻ്റെ അവിടെ എന്നാ സംഭവിക്കുന്നത് അറിയാം? വവ്വാൽ ഇങ്ങനെ വന്ന് തൂങ്ങിക്കിടക്കും. പകൽ പോയി കണ്ടു കഴിഞ്ഞാൽ വവ്വാൽ തൂങ്ങിക്കിടക്കാൻ നമുക്ക് കാണാം. രാത്രി പോയാലും തൂങ്ങാം. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു കോഴിക്കൂട് വെച്ചിട്ടുണ്ട്. എപ്പോഴും കോഴിയുടെ ഒച്ച വെക്കാമല്ലോ. കോഴി മുട്ട വിൽക്കാനൊന്നുമല്ല കോഴിയെ വളർത്തുന്നത്, ചുമ്മാ ഒരു രീതിക്ക് അങ്ങ് കോഴിയെ വളർത്തുന്നുള്ളൂ. അപ്പോൾ കോഴിക്കൂടിൻ്റെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് വവ്വാലിന് ഒരു കാര്യം മനസ്സിലായി, അതായത് ഞാനും ഇവിടെ സേഫാണ്, അത് വവ്വാലും സേഫാണ്. സോ വെൻ ഓൾ അതർ ആനിമൽസ് ആർ ദെയർ, these wild animals thinks that this particular area is safe for us. Okay, so the rat, so നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്യൂറൽ എന്ന് പറഞ്ഞ് വേറെന്നുണ്ട്, അണ്ണൻ എന്ന് പറയും. സ്ക്യൂറലും ആട്ടെ അണ്ണാനാട്ടെ അതിന് ഇവിടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹാബിറ്റാറ്റിൽ അതിന് ഭക്ഷിക്കാനുള്ള തീറ്റയുണ്ട്, അതിന് പാർക്കാനുള്ള സ്ഥലമുണ്ട്, അതിന് തേടാനുള്ള ഇരകളുണ്ട്, അതിന് പറ്റിയ ക്ലൈമറ്റ് ഉണ്ട്. So what are the things that make your habitat fine? The first is, I think, that is the vegetation, the type of vegetation. രാജസ്ഥാനിലെ മരുഭൂമി നിങ്ങൾ ജീവിക്കുമോ? ഒരു കാരണവശാലും ഇല്ല. അഫ്ഗാനിസ്ഥാനിലെ മരുഭൂമി നിങ്ങൾ ജീവിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മംഗോളിയയിലെ ഗോബി ഡിസേർട്ടിൽ നമ്മൾ താമസിക്കുമോ? ഇല്ല. നമ്മൾ ഈ വീടിനപ്പുറത്തേക്ക് ഒരു ഗൾഫിൽ പോയപ്പോഴും നമ്മുടെ രാജ്യം സ്വർഗമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് വെജിറ്റേഷൻ. എവ്രിവെയർ ദർ ഈസ് ഗ്രീനറി. അപ്പോൾ ഇതാണ് വെജിറ്റേഷൻ്റെ ഒരു പ്രാധാന്യം. ഒരു കാരണം നോ വാട്ട് മേക്സ് ദാറ്റ് വെജിറ്റേഷൻ? എന്തുകൊണ്ടാണ് ചെടികൾ ഇങ്ങനെ വളരുന്നത്? സൂര്യപ്രകാശം, ശരിയല്ലേ? പിന്നെ മഴ. സോ ദർ കംസ് അനദർ എലമെൻറ്റ്, ക്ലൈമറ്റ്. ഓക്കെ, എന്താണ് ക്ലൈമറ്റ്? സോ ക്ലൈമറ്റ്. ദെൻ ഓൾസോ സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, the type of soil. So vegetation is a product of the interaction between the climate and the soil. ഓക്കെ, നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇടുക്കി ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മണ്ണിന് കറുപ്പ് നിറം, ഭയങ്കര തവിട്ടക്കറ. ചുവടെ താഴോട്ട് വരുവാണെങ്കിൽ ചുവപ്പ് നിറം, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചുവപ്പ് തവിട്ട കളറ്. കൂത്താടുകളൊക്കെ അതിനപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ സോയിലിന് യെല്ലോ കളറാണ്. The fertility comes down with the less and less with the light colors. മനസ്സിലായല്ലോ? അപ്പം നല്ല ഫെർട്ടൈൽ സോയിൽ ഭയങ്കര ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വെജിറ്റേഷൻ, ക്ലൈമറ്റ്, സോയിൽ, ഓർ ബയോഡൈവേഴ്സിറ്റി. സോ വൺസ് our habitat is determined by biodiversity. അല്ലേ? നമ്മൾ കാട്ടിക്കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. അവിടുത്തെ വായു എയർ ഭയങ്കര ക്ലീൻ ആയതുകൊണ്ടാണ്.
എയർ ഭയങ്കര ക്ലീൻ ആയതുകൊണ്ടാണ് കാട്ടിക്കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ എയർ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നത്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, then there are a lot of other factors like let me say water bodies, like altitude means the height, 6. So there are a lot of factors which makes your habitat a unique one. ഭയങ്കര യൂണീക്കായിട്ട് തന്നെ ഹാബിറ്റാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഭയങ്കര, നിങ്ങളൊന്ന് വേറൊരു സ്ഥലത്ത് പോക്കെ ടൂറൊക്കെ ആയിട്ട് അന്നേരം നിങ്ങൾക്ക് ചീറ്റലായി, തുമ്മലായി, ജലദോഷമായി, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആയിട്ട് നിങ്ങൾ പറയും എനിക്ക് വീട്ടിൽ നിന്ന് പോയതിൻ്റെ. മനസ്സിലായി? അത്രയും ചെറിയ ചേഞ്ച് വരെ നമുക്ക് നമ്മുടെ ബോഡിയിലെ നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷൻ എല്ലാ മാറ്റങ്ങളും വരുത്തും. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഹാബിറ്റാറ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് അവർ ഹാബിറ്റാറ്റ്. സിമിലർലി ഹാബിറ്റാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബേർഡ്സ്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലൊരു പയ്യനെ എനിക്ക് പൂമ്പാറ്റ വളരുന്ന ഒരു ചെടി കണ്ടെത്തുന്നു. എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. 3 ചെടി നട്ടു, ഒരു ചെടി നന്നായിട്ട് വളർന്നു, ഒരു ചെടിയിലെ പൂമ്പാറ്റ ഇഷ്ടം പോലെ വരും. അല്ലാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പൂമ്പാറ്റ ഉണ്ട്. പൂമ്പാറ്റ വളർന്ന പവിഴമല്ലി എന്ന് പറഞ്ഞ ചെടിയുണ്ട്, അതായത് പക്ഷേ 2 തരം പൂമ്പാറ്റ വരുന്നുള്ളൂ. ഇതെല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ തരത്തിലുള്ള പൂമ്പാറ്റ വരും. അതിൻ്റെ കായൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വലുതായി. 1 വർഷം മുമ്പാണ് നട്ടത്, ലോക്ക്ഡൗൺ ആദ്യം ഉണ്ടായിരുന്ന കാലത്ത്. അപ്പം ഞാൻ പറഞ്ഞതെന്നറിയാം, സോ എവറി ഇൻസെക്ട്സ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, there will be a habitat, not for just human beings. അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാബിറ്റാറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ജീവിക്കുന്ന ഒരു ഹാബിറ്റാറ്റിലത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട് മാത്രമല്ല, അവിടുത്തെ വീടിൻ്റെ അടുത്തുള്ള മരങ്ങൾ, ചെടികൾ, വീട്ടിലുള്ള ക്ലൈമറ്റ്, മൈക്രോ ക്ലൈമറ്റ് ഉണ്ട്. എറണാകുളം നമ്മൾ പോയി കഴിഞ്ഞാൽ ടൗണിൽ രാത്രിയിലാണെങ്കിൽ പോലും ഭയങ്കര ചൂടായിരിക്കും, ഉറങ്ങാൻ പറ്റില്ലാത്ത രീതിയിൽ ആവിയായിരിക്കും. ഫാനുണ്ടായാലും ഇറങ്ങാൻ പറ്റില്ല, AC വേണ്ടി വരും. നമ്മളതിനെ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയും. എറണാകുളം ടൗണിൽ നിങ്ങൾ രാത്രി താമസിക്കുകയാണെങ്കിൽ രാത്രിയിലെ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നിങ്ങൾ ഇപ്പുറത്ത് കൂത്താട്ടുകുളത്ത് എവിടെയെങ്കിലും റൂറൽ ഏരിയയിൽ താമസിക്കുകയാണെങ്കിൽ രാത്രിയിലെ ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ്. വൈ ദിസ് 9 degree plus? Only because in Ernakulam the vegetation has been removed. There is no plants, there is no forest. Okay, there is no deep vegetation. That is why night temperature is very high. Okay, so our habitat has changed. So അതാണ് ഹാബിറ്റാറ്റ്. നമ്മൾ ഹാബിറ്റാറ്റ് എന്നുള്ള വാക്ക് പലയിടത്തും ഉപയോഗിക്കേണ്ടി വരും. സിമിലർലി ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ഹ്യൂമൻസ് ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് ഡിറ്റർമൈൻ ദി എൻവയറമെൻറ്റ്. ശരിയല്ലേ? നമുക്ക് എന്ത് സംഭവിക്കാൻ അറിയാം? നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് മാറും. ചൂടുള്ള സമയത്ത് നമുക്ക് എന്നിട്ട് പഠിക്കാൻ പറ്റുമോ? ഞാൻ പഠിക്കാത്തതിൻ്റെ കാരണം ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിൽ പറയരുത്. അപ്പോൾ ചൂട് നമുക്ക് ഭയങ്കര ആവിയുള്ളപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഈ സമയത്ത് നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. അന്നേരം നമ്മൾ പറയും ഇപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കമാണ് വരുന്നതെന്ന് പറയും. കാരണം അത്യാവശ്യം തണുപ്പായതുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. ഇനി നമ്മളൊരു ചിത്രം ഇവിടെ കൊടുത്തേക്കുക. ദാറ്റ് ഷോസ് റിലേഷൻ ബിറ്റ്വീൻ ദി എൻവയറമെൻറ്റ് ആൻഡ് ദി ഇക്കോണമി. This is the environment. This is the area where there is a meeting between environment and economy. So you are using environmental inputs to produce our income. Okay, so there is strong interconnection between an environment and what you take from your living, of your income, your savings, your investment. Everything came from your environment. Okay, so ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പടമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാം. അറ്റ് ദി സെയിം ടൈം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ലീവ്സ് ഇറ്റ് ബാക്ക് ഓൺ ദി എൻവയറമെൻറ്റ്. ഇതുവരെ നമ്മളെ എൻവയറമെൻറ്റ് എത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണ്, നമ്മളെ എൻവയറമെൻറ്റ് എന്തെങ്കിലും എത്രമാത്രം ഉപയോഗിക്കുന്നുള്ളതാണ്. രണ്ടാമത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ എത്രമാത്രം തിരിച്ചു കളയുന്നു, എത്രമാത്രം നമ്മൾ ഒഴിവാക്കുന്നു. ശരിയല്ല? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. നമ്മുടെ വേസ്റ്റ്, നമ്മൾ എത്രമാത്രം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് തള്ളിക്കളയുക. വേസ്റ്റ് എങ്ങനെ തള്ളിക്കളയുക അല്ലേ? ഡിസ്പോസ് ചെയ്യുക. അതെല്ലാം ആരാ മേടിക്കുന്നത്? നമ്മുടെ എൻവയറമെൻറ്റാണ്. മനസ്സിലായല്ലോ? സോ വി ആർ പൊള്യൂട്ടിങ് വാട്ടർ. All water bodies became polluted, and there are thousands of different types of small insects and other small fish etc. in the water, but all such living things are disappearing only because of water pollution. അല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു
ഏതെങ്കിലും ഒരു പുഴയിൽ കുളിക്കാൻ പറ്റുമോ? ഏതെങ്കിലും തോട്ടിൽ നമുക്ക് മുങ്ങാൻ പറ്റുമോ? എത്രയോ വാട്ടർ ബോഡീസ് നമ്മൾ പൊള്യൂട്ടായി. ഓൾ അവർ പൊള്യൂട്ടിങ് സബ്സ്റ്റൻസ് വി ആർ ഡിസ്പോസിങ് ഇറ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. അതാണ്. അപ്പോൾ ഇത് ആർക്കും, ഇത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് സ്ട്രീമിനുണ്ട്, അരുവിക്കുണ്ട്, റിവറിനുണ്ട്, ശരിയല്ലേ? നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൽ ഇത് ഭയങ്കര പ്രകടമാണ്. എറണാകുളത്തൊക്കെ മൂക്ക് കുത്താ പോകാൻ പറ്റും, ബാക്ക് വാട്ടേഴ്സിനുണ്ട്, സോറി കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ സീക്കുണ്ട്, ഓൾ വാട്ടർ ലേക്കിനുണ്ട്. ഓൾ വാട്ടർ ബോഡീസ് ബിക്കെയിം പൊള്യൂട്ടഡ്. യു ടേക്ക് ഫ്രം സ്ട്രീം ടു റിവർ ടു ലേക്സ്, പിന്നെ to backwaters and to sea. Okay, all these are water bodies from small to big. Okay, all those water bodies became polluted only because of human activities. You have to understand that lot of biodiversity is there in fresh water. Similarly in sea, ഇതെല്ലാം നശിച്ചു പോകുക എന്നുള്ളതാണ് നമ്മൾ പൊല്യൂഷൻ കൊണ്ട്. ഓക്കെ, economic development leads to certain undesirable impact on environment. Pollution, greenhouse gas emission, global warming, climate change, destruction of forest, desertification. What is called desertification? അത് നടത്താൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ കോളേജിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കോളേജിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ തേർഡ് ഇയറിലെ കുട്ടികൾ നിങ്ങളുടെ തൊട്ട് പരീക്ഷ എഴുതാൻ വരുമോ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. നമ്മുടെ കോളേജിൻ്റെ അപ്പുറത്ത് പടിഞ്ഞാറ് ഒരു മലയുണ്ടല്ലോ, അങ്ങങ്ങറ്റ കടലിൻ്റെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ആ മലയുടെ എവിടെയുണ്ടല്ലോ, ഇവിടെ നേരത്തെ ഒരു മഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഭയങ്കര മരങ്ങളാണ്, ഈ മഞ്ഞ സ്ഥലം. അപ്പോൾ അത് ഇച്ചിരി വലുതായി, മനസ്സിലായല്ലോ. സോ all the vegetation has been removed. Some activity is going on there. We don't know what is going on there, but there is completely no, what we can say, vegetation coverage. So soil has been exposed. Then rain will come. This soil will disappear into the river and into the sea. So that is called a situation of soil erosion. Soil is an important input. സോയിൽ ഇറോഷൻ കാരണം ആ സ്ഥലത്തിന് നാശം അവിടെ തീർന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾ അതറിയുന്നതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരിൽ ആ സ്ഥലം ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞതെന്നറിയാം, ഡെസർട്ടിഫിക്കേഷൻ മീൻസ് യു ആർ റിമൂവിങ് പർട്ടിക്കുലർ വാട്ട് വി ക്യാൻ സേ വെജിറ്റേഷൻ ദെയർ. പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാം, അവിടെ പിന്നെ നമുക്ക് നല്ല ഏറ്റവും ഈ നമ്മൾ ഓർഗാനിക് എലമെൻ്റ് എന്ന് പറയും, ഓർഗാനിക് സെഗ്മെൻ്റ് എന്ന് പറയും സോയിലിൻ്റെ, അതവിടെ കാണിയല. പിന്നെ അവിടെ പ്ലാന്റ് വളരെയില്ല. പിന്നെ വലിയ പ്ലാന്റുകളൊന്നും വരാത്തതുകൊണ്ട് മഴയുടെ ഈ ഇമ്പാക്റ്റ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലം വരത്തില്ല, അതിനിപ്പുറത്ത് ചക്കാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചക്കാമ്പുഴയുടെ നേരെ പോകാതെ അതിൻ്റെ ഇപ്പുറത്തൂടെ കയറി വരുമ്പം ഒരു മലയിടുക്കി കൂടെയാണ് വഴി പോകുന്നത്. ഇത് ഭയങ്കര ഒരു കുന്നാണ് കേട്ടോ, ഇതിങ്ങനെ വലിയൊരു കുന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുക, ഇതും വേറൊരു കുന്നാണ്, ഇതിവിടെ വേറൊരു കുന്നാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വണ്ടി പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് അറിയാം, മഴമയൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് തട്ടുന്നിട്ട് ഇവിടെ എല്ലാം ഭയങ്കര മഴ. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പം തന്നെ പെട്ടെന്ന് നമുക്കൊരു ക്ലൈമറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും. ചെറിയൊരു യു ടേക്ക് ജസ്റ്റ് 10 meter ഇൻസൈഡ് ദിസ് സ്മോൾ പോക്കറ്റ് റോഡ്, ടാറിയ നല്ല പോക്കറ്റ് റോഡ്, എല്ലായിടത്തും ഭയങ്കര മരങ്ങളാണ്. എപ്പോഴും മഴ, റോഡിൽ ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ നിന്ന് ഒന്നെങ്കിൽ നേരത്തെ മഴ പെയ്തു, മനസ്സിലായല്ലോ, വേറൊരിടത്തും ആ മഴയില്ലായിരിക്കും. സോ ടൊറൻഷ്യൽ റെയിൻ ഈസ് കമ്മിങ് ഓൺലി ബിക്കോസ് ദി പ്രസൻസ് ഓഫ് ദീസ് സ്മോൾ ഹിൽ ദെയർ. അപ്പോൾ അവിടെ അതിവിടെ തടഞ്ഞു നിർത്താം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ this particular area is having lot of rainfall. So rainfall depends upon the height of the topography as well as the presence of what we can say trees. When trees are removed, there will not come much rain. The incidence of rainfall will come. So that's the land will become like a desert. We call it as desertification. Okay, അപ്പോൾ ഈ ഡെസർട്ടിഫിക്കേഷന് വിധേയമാകുക നമ്മുടെ സ്ഥലങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റിമൂവ് കേട്ടോ. ഡീഗ്രഡേഷൻ ഓഫ് ദി എൻവയറൻമെൻറ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓരോ പള്ളയെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെട്ടി ദൂരക്കളെ. ഡാമേജിങ് ദി ഹാബിറ്ററ്റ് സിസ്റ്റം അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതാണ് നമുക്ക് വേണ്ട പള്ള. വേറെ പ്ലാന്റ്സിനും ആനിമൽസിന് ഇപ്പോൾ പൂമ്പാറ്റ ഉണ്ടാകുന്ന വേറൊരു ചെടിയും കൂടെ ഉണ്ട്, പാണൽ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. നമുക്ക് അവിടെയൊക്കെ കാണാൻ നിർത്തില്ല. പാണലിനൊരു കുഞ്ഞു കായുണ്ട്. പാണലിൻ്റെ ചെടിയുടെ പ്രത്യേകത ഭയങ്കര കട്ടി അതിൻ്റെ കമ്പിനൊക്കെ. അധികം വളരെയൊന്നുമില്ല, നമ്മളൊരു നിലത്തു നിന്നൊരു 2 അടിയൊക്കെ ഈ പാണലേ ഉള്ളൂ. എന്നിട്ടൊരു സ്വർണ്ണ നിറത്തിലുള്ള കായ ഉണ്ടായിരുന്നു. സ്വർണ്ണം നല്ല റോസ് മുത്തില്ല, അതിൻ്റെ കളറിലുള്ളൊരു കായ. അത് ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്മെല്ലല്ല, ഒരു നമ്മൾ ആയുർവേദ സ്മെല്ല് അതിനുള്ള. പിന്നെ അതിൻ്റെ ആ കായയുടെ അടിയിൽ ഈ ഇലയില്ലേ, ഇല പക്കി ഭയങ്കര കട്ടിയാട്ടോ, കുഞ്ഞില. അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി പൂമ്പാറ്റ മുട്ടയിടും. അതങ്ങനെയാണ് അവിടെ അത്രയും പൂമ്പാറ്റ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇന്ന് പഠനം നടത്തി. അപ്പോൾ അതിനെ മനസ്സിലായത് ഈ പാണൽ എന്ന് പറഞ്ഞാൽ എത്ര പ്രധാനപ്പെട്ട.
ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു വലിയ സ്ഥലമുണ്ട്, അവിടെയാണ് ഈ പാണലൊക്കെ വളരുന്നത്. അപ്പോൾ ആ സ്ഥലമെല്ലാം വൃത്തിയാക്കി കൈത നടും. കൈത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈച്ചക്കയ്ക്ക് നിങ്ങൾ പറയുന്ന പേരെന്താണ്, ഞാൻ മറന്നുപോയി, അവിടെ വേറെന്താ പറയുന്നത്. അപ്പം പൈനാപ്പിൾ, ഓക്കെ, അതെല്ലായിടത്തും തന്നെ, പക്ഷേ അവന് മലയാളത്തിൽ അവിടെ വേറെന്തോ പറയുന്നുണ്ട് നമ്മുടെ കൂത്താട്ടുള്ള ഏരിയയിൽ. സോ യുനോ, അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഹാബിറ്റാറ്റ് സിസ്റ്റം, ആനിമൽസിനെ പ്ലാനെ നശിപ്പിക്കരുത്. ദെൻ സോയിൽ ഇറോഷൻ, ഇൻക്രീസ്ഡ് ഡിസീസസ്, അനദർ ബാഡ് എഫക്ട്സ്, ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, ഉള്ള റിസോഴ്സൊക്കെ ഡിപ്ലീറ്റ് ചെയ്യുക, എക്സെട്ര ആർ സം ഓഫ് ദി മെയിൻ എഫക്ട്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് നമ്മളിവിടെ കാണുക, ഇക്കോണമിയും എൻവയറമെൻറ്റും എന്താ, വേസ്റ്റ് തള്ളിയിടും, നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. ഹെൽത്തും അമ്യൂണിറ്റിയൊക്കെ എൻവയറമെൻറ്റ് തരും. നമുക്ക് എന്തെങ്കിലും എക്കണോമിക് ആയിട്ട് നടത്താനുള്ള റോ മെറ്റീരിയലും തരും. നമ്മൾ പ്രൊഡക്ഷൻ നടത്തും, ഓക്കെ, കൺസ്യൂം ചെയ്യും, വേസ്റ്റ് ഇങ്ങോട്ട് ഇടും, പൊള്യൂഷനെ തിരിച്ച് മേടിക്കും. പിന്നെ അതുപോലെ എന്ത് ചെയ്യും, ഒത്തിരി സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എൻവയറമെൻറ്റ് കൊടുക്കും, കുറച്ച് സാധനങ്ങൾ തിരിച്ച് മേടിക്കുകയും ചെയ്യും. ഇക്കോണമിക്ക് കൊടുക്കും, തിരിച്ച് എൻവയറമെൻറ്റ്. ഓക്കെ, ഇനി ഇൻഡിസ്ക്രീറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ തോന്നുന്ന പോലെ എക്സസ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ് സെക്ടർ ഹാവ് പ്രൊഡ്യൂസ്ഡ് ബാഡ് എഫക്ട്സ് ഓൺ ദി എൻവയറൺമെൻറ്റ്. ഇതെല്ലാം എൻവയറമെൻറ്റൽ ബാഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫോളോയിങ് ആർ ദി മെയിൻ സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് പ്രൊവൈഡ് ബൈ ദി എൻവയറമെൻറ്റ് ഫോർ ഹ്യൂമൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. താഴെ പറയുന്നതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് എൻവയറമെൻറ്റ് കൊടുത്ത പോസിറ്റീവ് ഘടകങ്ങൾ. ഓക്കെ, യെസ്. ഫസ്റ്റ്, ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് റിസോഴ്സ് ആർ നെസസറി. ഡെവലപ്മെൻറ്റ് എന്ത് വേണം, എൻവയറമെൻറ്റ് റിസോഴ്സ് ഭയങ്കര ആവശ്യം. ദ മെയിൻ എൻവയറമെൻറ്റ് റിസോഴ്സ് ആർ സോയിൽ ആൻഡ് ലാൻഡ്, പ്ലാന്റ്സ് ആൻഡ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്, ശരിയല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് റിവേഴ്സിലൂടെ ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ആനിമൽ റിസോഴ്സസ്, ക്ലൈമറ്റ് ആൻഡ് എനർജി, ഓൾ ദിസ് യു ആർ ഗെറ്റിംഗ് ഫ്രം വട്ട്, എൻവയറമെൻറ്റ്, അല്ലേ? ആനിമൽ റിസോഴ്സ്, ക്ലൈമറ്റ്, എനർജി, സോയില്, ലാൻഡ്, പ്ലാന്റ്സ്, റിവേഴ്സ്, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു, എൻവയറമെൻറ്റ് കിട്ടുന്നു. ഓക്കെ, ഉണ്ടോ? പടമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഈ ചിത്രമൊക്കെ ഭയങ്കര നല്ലതല്ലേ? ഇങ്ങനെയൊരു സ്ഥലമാണ്, സ്വപ്നത്തിലുള്ളതൊന്നുമല്ല, ഇങ്ങനെയുള്ള കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എൻ്റെ വിശ്വാസം. കുഞ്ഞു കുഞ്ഞു കാടുകൾ, പിന്നെ അവിടെ ഇവിടെ പാടങ്ങൾ, അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയില്ല. ഇതുപോലെ ചൈനയിലൊക്കെ ആയിരിക്കും, ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉണ്ടോ? ദിസ് ഈസ് എ നാച്ചുറൽ റിസോഴ്സ് വിച്ച് വി ഓൾവേസ് യൂസ്. ഓക്കെ, ദെൻ ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, മൈനിങ്. കോൾപ്പാടം കേട്ടോ, കോൾ മൈനിങ്. ഓക്കെ, ദെൻ പുവർ പീപ്പിൾ ആൻഡ് പുവർ കൺട്രീസ് ഡിപ്പെൻഡ്സ് ടു മച്ച് ഓൺ നാച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ എന്തിനെ ആശ്രയിച്ചാൽ വേറെ ഒന്നുമില്ല, അവർക്ക് നാച്ചുറൽ റിസോഴ്സ് മാത്രമേ ഉള്ളൂ. അവർ പ്രകൃതിയെ ഒന്ന് ഈ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യും, അല്ലെങ്കിൽ കാട്ടിലെ മരങ്ങൾ വെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ തേൻ കൊടുക്കും, അങ്ങനെയൊക്കെ പ്രകൃതിയെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ച് ഡെവലപ്മെൻറ്റ് നടത്തും. ഈ ആഫ്രിക്കൻ കൺട്രീസ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആൻഡ് ട്രോപ്പിക്കൽ ആൻഡ് മോണ്ടനസ് റീജിയൻ ഓഫ് ഏഷ്യ ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സ് ഫോർ ദ ലിവിങ്. എവിടെയൊക്കെ? ആഫ്രിക്കൻ കൺട്രീസ്. വേറെ ഒന്നുമില്ല, അവിടെ നാച്ചുറൽ റിസോഴ്സ് മാത്രമേ ഉള്ളൂ. അത് വിറ്റിട്ട് അവർ കഷ്ടിച്ചുള്ള പൈസ കിട്ടി ജീവിക്കും. ലാറ്റിൻ അമേരിക്കയിൽ ഇതൊക്കെ തന്നെ ഏറ്റവും ഏകദേശം ഒരു അവസ്ഥ. ആൻഡ് ട്രോപ്പിക്കൽ മൗണ്ടനസ് റീജിയൻസ് ഓഫ് ഏഷ്യ. ട്രോപ്പിക്കൽ മൗണ്ടനസ് റീജിയൻ നമ്മളിവിടുത്തെ ഭയങ്കര മൗണ്ടൻസ് ഉണ്ടല്ലോ, അവിടെയും എന്താണ് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് ആളുകൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം പ്രകൃതി അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നവരെ. ഇതുണ്ടോ? ഇതൊരു ചിത്രം കേട്ടോ. ഈ ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചിത്രം. കാരണം അറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരുത്തൻ എവിടെ പോയത്, സ്ഥലം പേര് ഞാൻ മറന്നുപോയി. സ്ഥലം മറന്നുപോയി. ഏതോ ഒരു സ്ഥലത്ത്, ആഫ്രിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകത, അവിടെ എല്ലാം മുഴുവൻ രാജ്യങ്ങളിലെ പ്രത്യേകത എന്നറിയോ, അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളായിരിക്കും. വിമൻ ജോലി ചെയ്യും, പുരുഷന്മാർ കള്ളു കുടിച്ചിരിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാനത് ഭയങ്കര ഒരു ക്യാമറാമാൻ കേട്ടോ, അവനോട് പോയി എന്തൊക്കെ പരിക്കൊക്കെ പറ്റി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ കുറേ ചിത്രങ്ങൾ എന്നെ കാണിച്ചു. ഇതാകുമ്പോൾ കൊണ്ടാണ് ചിത്രം അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടുന്ന് ഇതുപോലുള്ള ചിത്രം, വിമൻ ഉണ്ട്, വിമൻ്റെ കൂടെ കുട്ടിയുണ്ട്, പിന്നെ വിമൻ ഹാർഡ് വർക്ക് ചെയ്യും, എന്നിട്ട് പുരുഷൻ വീട്ടിലിരിക്കും. പുരുഷൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ മദ്യപിക്കുക. മദ്യപിക്കാനുണ്ടെന്ന് പറയുന്നില്ല കേട്ടോ, എന്നാൽ അവനിങ്ങനെ എന്നോട് പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ഇപ്പം അത് ഞാൻ ചോദിച്ചു, ഇതെല്ലാം ഇങ്ങനെ വരുന്നത് അവിടെ ഇപ്പോൾ വൈ മെൻ കനോട്ട് വർക്ക്. അവർ പറഞ്ഞു അവിടെ സിംഹം ഉണ്ടല്ലോ, പെൺസിംഹം എല്ലാം കൂടെ കൂടിയാണ് ഇരയെ പിടിക്കുന്നത്. അപ്പോൾ ഇര ഇങ്ങനെ സെറ്റപ്പായി, കാട്ടുപോത്തൊക്കെ ആണെങ്കിൽ പെൺസിംഹം 5 എണ്ണം കൂടി വളഞ്ഞു പിടിക്കും. അപ്പോഴത്തേക്കും ആൺസിംഹം എവിടെന്നെങ്കിലും വരും, പെൺസിംഹത്തെ ഓടിച്ചിട്ട് പ്രധാനപ്പെട്ട ഇറച്ചിയൊക്കെ തിന്നും, പിന്നെ ബാക്കിയുള്ള പെൺസിംഹം തിന്നും. ഇതാണ് അവിടുത്തെ. അത് കണ്ട് മനുഷ്യർ പഠിച്ചത് അവിടുത്തെ. ഞാൻ കഥയുണ്ടാക്കി പറയാമല്ല, ദിസ് ഇസ് എ റിയൽ തിങ് വാച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയിലെ വിമൻ ഭയങ്കര ഹാർഡറാണ്. ദർ വെരി ബോൾഡ്,
ദേ ആർ കറേജിയസ്, ദേ ഹാവ് ദി സ്കിൽ ടു വർക്ക് ആൻഡ് ദി മെൻറ്റാലിറ്റി ടു വർക്ക്. ആഫ്രിക്കയിലെ വിമനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതുണ്ടോ ഇന്ത്യയിലെ അവസ്ഥ കേട്ടോ, ഇന്ത്യയിലെ അവസ്ഥ അല്ലേ. നമുക്കിപ്പോൾ ഈ അവസ്ഥയൊന്നുമില്ല, പക്ഷേ നമ്മൾ ഈ കേരളത്തിന് പുറത്ത് പോയി ഇതാണ് അവസ്ഥ. ദാരിദ്ര്യം ഒരു അവസ്ഥയാകുമ്പോഴല്ലോ നമുക്കതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏതവസ്ഥയോടും നമുക്ക് താരതമ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതിനെ കഴിഞ്ഞു പോകാനുള്ള കഴിവ് നമുക്ക് കുറവാണ്. അതുകൊണ്ട് വെള്ളം മേടിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും കുട്ടികൾ. The early stage of development happens in the agriculture sector, and here environment resources are important for the development of the sector. ഈ സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ എന്താവശ്യമാണ്? എൻവയറമെൻറ്റ് ആവശ്യമാണ്. എന്ത് ഡെവലപ്പ് ചെയ്യാൻ? അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ. എൻവയറമെൻറ്റ് ഗീവ്സ് ഫുഡ് ആൻഡ് ഹെൽത്തി കണ്ടീഷൻ ഫോർ ഹ്യൂമൻസ് ടു ലീവ്. ഫുഡ് കൊടുക്കുന്നുണ്ട്, മറ്റ് ഹെൽത്തി കണ്ടീഷൻ. ലാൻഡ് ഈസ് നെസസറി ഫോർ അർബനൈസേഷൻ. അർബനൈസേഷന് ലാൻഡ് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. നമുക്ക് ലാൻഡില്ല അർബനൈസേഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഈ സന്തോഷ് ജോർജ് കുളങ്ങയുടെ TV അയാളുടെ യാത്രയൊക്കെ കാണുമ്പോഴേ അയാളൊരു വാക്ക് ഉപയോഗിക്കും, ചത്വരങ്ങൾ. ചത്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ വാക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ കാണും, അവിടെ സ്റ്റാലിൻ്റെയോ അല്ലെങ്കിൽ ജർമ്മനിലെ ഒരു പ്രതിമ കാണും. പിന്നെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങളായിരിക്കും. സ്ഥലങ്ങളിൽ ഇവിടെ ഇച്ചിരി പൂച്ചെടി കാണും, ഇവിടെ ഇച്ചിരി നടക്കാനുള്ള സ്ഥലങ്ങളാണ്, ഇവിടെ എല്ലാം ടൈലിട്ടിട്ട് കാണും. പിന്നെ ഇവിടെയൊക്കെ ആയിരിക്കും വലിയ ഭയങ്കര ബിൽഡിങ്ങുകളൊക്കെ. ഇപ്പുറത്തൂടെ കുഞ്ഞു റോഡുകൾ പോകും, ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ. പിന്നെ ആൾക്കാർ ഈ ചത്തുരങ്ങളിൽ വന്നിരിക്കും. അവിടെ മ്യൂസിക് പെർഫോം ചെയ്യുന്നവർ കാണും. എന്നിട്ട് അവർക്ക് എന്താ നമ്മൾ പൈസ കൊടുക്കും. പിന്നെ അതുപോലെ കുഞ്ഞു സാധനം കടലയൊക്കെ പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഡേ ടൈമും നൈറ്റ് ടൈമും പോയി, പ്രത്യേകിച്ച് ഒരു സൺഡേ ഒക്കെ ടൗണിലെ ആൾക്കാരെല്ലാം അവിടെ വന്നിരിക്കും. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞ് ബെഞ്ചുകളൊക്കെ കാണും. അപ്പോൾ കുഞ്ഞല്ല ബെഞ്ചുകളൊക്കെ കാണും, പൂന്തോട്ടങ്ങൾ കാണും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ കാണും, പിള്ളേരൊക്കെ ഇരിക്കാനുള്ള പാർക്കുകൾ കാണും. സോ നമുക്കങ്ങനെ ഒരെണ്ണമുണ്ടോ? ഇല്ല. എറണാകുളത്തെ സുഭാഷ് പാർക്ക് മാത്രം നമുക്കതൊരു പാർക്കായിട്ട് കാണുന്നുള്ളൂ, അത് പലപ്പോഴും അടച്ചും കിടക്കും അല്ലേ. സോ അവർ കമ്മ്യൂണിറ്റി ലിവിങ്, അവർ സോഷ്യൽ ലിവിങ് നെസസിറ്റേറ്റ് സച്ച് പ്ലേസസ്. വി ഡോണ്ട് ഹാവ് സച്ച് പ്ലേസസ്. അത് നമ്മുടെ വലിയൊരു പരിപാടിയാണ്. നമുക്ക് ഈ വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലേ. വീട്ടിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ആൾക്കും വീട്ടിലിരുന്ന് നമ്മൾ അച്ഛനോട് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നു, സ്ട്രെസ്സാവുന്നു, ടെൻഷനാവുന്നു. വെൻ യു ഗോ ടു സച്ച് പ്ലേസസ്, ഈവൻ ഇഫ് യു ആർ എലോൺ, യു വിൽ ബി മച്ച് റിലീവ്ഡ് പേഴ്സൺ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു സ്ഥലം, അപ്പോൾ നമ്മളെപ്പോഴും ടൂർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തിരിച്ചു വരുന്നത് എന്താ? അതിങ്ങനെ ഒരു സ്ഥലം നമുക്കുള്ളതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ അർബനൈസേഷന് സ്ഥലം വേണം, അർബൻ ഏരിയ ഇതൊക്കെ വേണം. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതിനെല്ലാം എന്തുവാണ്? നമുക്ക് സ്ഥലം വേണം. ഓക്കെ, കണ്ടോ നല്ലൊരു സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. നമ്മളിവിടേക്കാണെങ്കിൽ എന്നാ സമയം ഇവിടെ ഇവിടുത്തെ വീട്ടിലെ കുറേ വേസ്റ്റ്, ഇവിടെ ഇതെല്ലാം ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മാത്രമേ വേസ്റ്റ് എടുക്കാനുള്ള ഒരു കനാലിയാണ് നമുക്ക്. അങ്ങനെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സാണ് നമുക്ക്. ഇതിൻ്റെ എല്ലാം അതിൻ്റെ നമ്മളെന്താ ആംബിയൻസ് ഒന്ന് നോക്കി കണ്ടോ. ആൽപ്സ് മൗണ്ടൻസ് അകലെയുള്ള മൗണ്ടൻസിൻ്റെയൊക്കെ ക്ലിഫുകളിൽ എന്താണ്? സ്നോ. ഇവിടെയൊക്കെ വരുമ്പം പിന്നെ പച്ചപ്പ്. ചൂടെ കഴിയുമ്പോൾ ഇതിലൊക്കെ ഭയങ്കര മഞ്ഞ് കൂടിപ്പോകും. ആൾക്കാരൊന്നും പുറത്തിറങ്ങാനായിട്ട്. യൂറോപ്പിലെ ഒരു സിറ്റുവേഷൻ ആട്ടോ ആൾക്കാർക്ക് ഏറ്റവും നല്ല സിറ്റുവേഷൻ അവിടെ നിന്നാണ് സൂര്യപ്രകാശം കാണുന്നത്. ഇവിടെ വരുന്ന സൂര്യപ്രകാശം കാണാൻ വേണ്ടി, കാരണം അവിടെ 3 മണിക്കൂറൊക്കെ പറ്റും സൂര്യപ്രകാശമുള്ളൂ, പിന്നെ മഞ്ഞ് കാണും. സോ ദിസ് ഈസ് അനദർ കേസ്. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ദിസ് നോട്ട് ആക്ച്വലി ഡയഗ്രാം, ഫോട്ടോ. ഓക്കെ, ദിസ് ഫോട്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് പ്ലേസ് അല്ലേ. So this place remain beautiful only because there is some authority. It is in Germany. ബവേറിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബവേറിയ എന്ന് പറഞ്ഞൊരു ജർമ്മൻ പ്രൊവിൻസ് ഉണ്ട് കേട്ടോ. മലയാളികളൊക്കെ ഒത്തിരിയുള്ള ഞാനൊക്കെ പഠിപ്പിച്ച കുട്ടികൾ അവിടെ ഉണ്ട്, ബവേറിയ. ഓക്കെ, അപ്പം ജർമ്മൻ ബവേറിയ ഉണ്ട്, ഫ്രഞ്ച് ബവേറിയ ഉണ്ട്. ഒരു സെക്കൻഡ് അടുത്ത് അതിൽ ജർമ്മൻ ബവേറിയയിലാണ് ആൾക്കാർ കൂടുതൽ പോയത്. അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടോ? അതുകൊണ്ട് എത്ര പ്രൊട്ടക്റ്റഡാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ചെന്നിരിക്കുമ്പോൾ തന്നെ എന്നാ ഒരു ഹാപ്പിനെസ് വരും അല്ലേ. എന്തൊരു ക്യാമറയ്ക്കകത്ത് ഇത്രയും കിട്ടി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ എത്ര ഏരിയ നമുക്ക് കാണാൻ പറ്റും. സോ ദീസ് പ്ലേസസ് ആർ ദെയർ ഓൺലി ബിക്കോസ് ഓഫ് ദ അവയർനെസ് ഓഫ് ദ പീപ്പിൾ അബൌട്ട് ദ നീഡ് ടു പ്രൊട്ടക്ട് സച്ച് പ്ലേസസ്. ശരിയല്ല, നമ്മളാണെങ്കിൽ ഈ പാറ പണ്ടേ അവൻ്റെ പരിപാടി തീർന്നത്, പൊട്ടിച്ചിട്ട് നമ്മളിവിടെ വേറെ എന്തെങ്കിലും ബിൽഡിങ് വേണം തന്നെ. സോ ദർ എൻവയറമെൻറ്റ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ദർ ഇൻ എവറി സൊസൈറ്റി, so that the environment is protected along with the development of our society. ശരിയല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അതെ. ഇതെന്തോ എന്ത് നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വെട്ടിത്തെളിച്ചിട്ട് വീട് വെക്കാമെന്നുള്ള കാഴ്ചപ്പാട് പാടില്ല.
ഈ സ്ഥലങ്ങളിലെ പുൽമേടുകളിൽ മാത്രമാണ് വീടുള്ളത്. നമ്മളിവിടെ ഇവിടെ ഇത്ര പുൽമേടായതാണ്, പുൽമേട് ഉള്ളതാണ്, അവിടെ വീട് പണിതിരിക്കുന്നത്. നമ്മളാണെങ്കിൽ പുൽമേട്ടിൽ കൊള്ളിയില്ല, ഇവിടെ പോയി JCB ആദ്യമേ അങ്ങോട്ട് കയറ്റും, അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ ഒരു ക്വാറിയുണ്ട്. സോ ദർ റെഗുലേഷൻസ് ആർ ലോ ഹിയർ. ദർ ഇസ് നോ സോഫിസ്റ്റിക്കേറ്റഡ് റെഗുലേഷൻ. സോ such beautiful places are there everywhere in the world which are protected mainly because the society, the people, the government, etc. are very aware, conscious. Their standard of that consciousness is very high, and that helps them to protect the environment. Even if there are a lot of houses here, this place remains beautiful only because the beauty has not been destroyed. അല്ലേ, അത് നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മളൊരു നിയന്ത്രണങ്ങൾ വേണം എന്നാണ് ഈ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ ദി മിനറൽ റിസോഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്. ക്രൂഡ് ഓയിൽ, കോൾ, അയൺ ഓർ, അലൂമിനിയം, കോപ്പർ, ലിഥിയം. ഓക്കെ, റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന മൊബൈലിൻ്റെ അകത്തുണ്ടല്ലോ പല സംഭവങ്ങളും സെമി കണ്ടക്ടേഴ്സ് നടക്കുന്ന റെയർ എർത്ത് വെച്ചാൽ ചൈനയെ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ് വിച്ച് ആർ നെസസറി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ at the same time, human action also led to certain undesirable effects on environment. Recent development shows that excessive human development activities, by humans contributed to global warming and climate change. Recent Kerala floods and the floods in metro region. നമ്മൾ അറിയാലോ, ഈ ബോംബെയിലൊക്കെ ഫ്ലഡ് വരുന്നത് എങ്ങനെയാണ്, എന്നാ വലിയ ഫ്ലഡാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ ചെന്നൈയിലെ ഫ്ലഡ് ഇപ്പം ഭയങ്കര ഫ്ലാഷ് ഫ്ലഡുകളാണ്. 3 ദിവസത്തേക്ക് ഒരനക്കവും ഇല്ല, എല്ലാ സിസ്റ്റവും നിന്നു പോകും. ഓക്കെ, പാർട്ട് ഓഫ് ദി കൺട്രി ഷോസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ക്ലൈമാറ്റിക് ചേഞ്ച് പ്രോബ്ലം. എത്രമാത്രം ക്ലൈമാറ്റിക് ചേഞ്ച്. സിമിലർലി ദ കണ്ടിന്യൂസ് ബേണിംഗ് ഓഫ് ദി ആമസോൺ ഫോറസ്റ്റ് ആൻഡ് ദി ഓസ്ട്രേലിയൻ വൈൽഡ് ഫയർ ഇൻഡിക്കേറ്റ് ദി കോസ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻവയറൺമെൻറ്റ്. ഇതൊക്കെ ആമസോണിലെ ഫയറിലും ഓസ്ട്രേലിയയിലെ തീയില്ല ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, എന്ത് മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ ഫയറുകളെല്ലാം അർത്ഥം. കാട്ടിന് തീയിടുന്ന ആൾക്കാരുണ്ട്, അറിയോ? കാട്ടിന് തീയിടുന്ന നമുക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കാട്ടിലൊക്കെ തീയിടുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കാടിങ്ങനെ കത്തുന്നതാണ്. അങ്ങ് കുന്നിൻ്റെ അവിടെ രാത്രിയില്ല, ഒരു വലിയ ഏരിയയില്ല, അവിടെ അപ്പോൾ അത് ആൾക്കാർ തീയിടുന്ന സാമൂഹ്യത്തിൽ അങ്ങനെയുണ്ട്. ഫോളോയിങ് ആർ ദി മെയിൻ ബാഡ് എഫക്ട്സ് ഓഫ് എൻവയറൺമെൻറ്റ് ഓൺ എൻവയറൺമെൻറ്റ് ഡ്യൂ ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ എഫക്റ്റുകൾ അതുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താനത്തെ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ശരിക്കും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന് ശേഷമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. സോ ദിസ് വുഡ് ബി ദ ഫസ്റ്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. Global warming and depletion of ozone layer. Okay, global warming plus depletion of ozone layer. Resource depletion due to excessive depletion activities. ഉണ്ടോ? നമ്മൾ കണ്ട ചിത്രങ്ങൾ വേണം. ജർമ്മനിയിൽ ഇങ്ങനെ ഉണ്ടോ? ഇല്ല, കാണുമായിരിക്കും, പക്ഷേ അത് ഭയങ്കര ലിമിറ്റഡാണ്. കോള് കുഴിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലും ചൈനയിലുള്ള ആക്ടിവിറ്റിയാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, എക്സ്റ്റിങ്ഷൻ ഓഫ് തൗസൻഡ്സ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നിങ്ങൾക്കറിയാമോ, ഈ നമ്മുടെ ഊട്ടിയിലെ വനങ്ങളിലെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം കാടിലെല്ലാം ഭയങ്കര കിണറുകളുണ്ട്. ഈ അവിടെ ഈ എന്താ നമ്മൾ പറയുന്നത്, എന്തോ ഈ വജ്രമില്ലേ, വജ്രം കെട്ടാൻ വേണ്ടി കുഴിച്ച കുഴി. ആ കുഴിക്കൊക്കെ എനിക്ക് തോന്നുന്നു 10-80 മീറ്ററൊന്നും 50 മീറ്ററൊന്നും കാണില്ല, എന്നാലും ഭയങ്കര മീറ്ററുകളുടെ താഴ്ചയുണ്ട്. എന്നിട്ട് ഇച്ചോടൊക്കെ ആ കുഴി ഉപയോഗിച്ചു പോകും. അതിൻ്റെ മുകളിൽ പള്ളയൊക്കെ പിടിച്ച് കയറും. എന്നിട്ട് കാട്ടിക്കൂടെ ജീവികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആ കിണറ്റിലോട്ട് വീണു പോകും. അങ്ങനെ എല്ലാ കിണറ്റുകളിലും ജീവികളുടെ അസ്ഥികൂടങ്ങൾ കാണാം. അവിടെ എന്താ ഒരു രക്ഷയില്ലാതെ, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിണറ്റിൻ്റെ അത് ജീവികൾ പൊട്ടിപ്പോകും. മനുഷ്യൻ്റെ ആക്ടിവിറ്റി ഇതാണ്. നമ്മൾ മനുഷ്യൻ എത്രമാത്രം ഇത് പ്രകൃതിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഇൻസിഡൻസ് നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റിൻ്റെ നാശം. ഇതുണ്ടോ കാണിച്ച് വെച്ചേക്കുന്നുണ്ടോ? കാട് മുഴുവൻ വെട്ടി നമ്മളിവിടെ കൈ നടുന്ന പോലെ കന്നാര നടുന്ന പോലെ കന്നാരക്കാരി കഴിഞ്ഞ് ഇവിടെ എല്ലാം കൂടെ കന്നാര നടും. ഈ മണ്ണൊക്കെ എന്ത് ചെയ്യും? മുഴുവൻ ഒലിച്ചു പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് കാഴ്ചപ്പാട് തെറ്റാണ്. നമ്മൾ ഈ വനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഈ സോയിൽ ഇറോഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെ സോയിൽ എക്സ്പോസ് ചെയ്യരുത്, ഇവിടുത്തെ വെജിറ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ മണ്ണൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ സമയം തിരിച്ചു വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മണ്ണ് തിരിച്ചു വരാൻ പറ്റില്ല. പോയ മണ്ണ് പോയി, കടലിൽ പോയി. അതുകൊണ്ട് ഒരു കാരണവശാലും സൂര്യപ്രകാശിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇത്രയും നല്ല വനങ്ങൾ, ആ വനങ്ങൾ ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സോറി കേട്ടോ. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ എക്സെട്ര. ഓൾ ദീസ് ആർ മെയിൻലി ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഡിസപ്പറൻസ് ഓഫ് റിവേഴ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. ഉണ്ടോ? റിവേഴ്സിന് കാണാനേ ഇല്ല. കണ്ടോ? ഒരു ഗ്ലേഷ്യർ താഴെ വീഴുക, ചൂടുകൂടി ഓരോ പാളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? സീ ലെവൽ റൈസ് ചെയ്യും. എറണാകുളത്തെ സീ ലെവലിലൊക്കെ റൈസ് ചെയ്യുന്നത്
അന്റാർട്ടിക്കയിലുള്ള വലിയ ഗ്ലേഷ്യേഴ്സ്, കോണ്ടിനെൻ്റ് സൈസുള്ള ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, അവ ഉരുകുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഉരുകി കഴിഞ്ഞാൽ നമുക്ക് തിയറിയല്ല, പ്രായോഗികമായിട്ട് പറയാൻ പറ്റും. സീ ലെവൽ റൈസ് ചെയ്യും, തീരദേശങ്ങൾ ലക്ഷദ്വീപ് വരെ മുങ്ങിപ്പോകും. അഡ്വേഴ്സ് ഹെൽത്ത് പ്രോബ്ലം, COVID-19, ഇബോള വൈറസ്, നിപ്പ എക്സെട്ര. ഇൻക്രീസിങ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ടു ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ് ഓഫ് ദി ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടം. കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള പടമായിരിക്കും. മലപ്പുറത്തും കണ്ട, കോഴിക്കോടോ നിലമ്പൂർ എവിടെയും കണ്ട്. കഴിഞ്ഞ വർഷം ആന പരിക്ക് പറ്റി ഈച്ച പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. കുറച്ച് ദിവസം കഴിയുമ്പം ഞാൻ ചത്തു. എന്താണെന്നറിയാം, തുമ്പിക്കയുടെ അവിടെ എന്തോ പടക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വലിയൊരു മോശം ആക്ടിവിറ്റിയാണ്. മൃഗങ്ങളെ നമ്മൾ ഇച്ചിരി മാറ്റി നിർത്തണം, പക്ഷേ മൃഗങ്ങളെ ആയിരിക്കും നമ്മൾ കയറി ഇടാൻ പാടില്ല. ഇതിന് ഇൻഡസ്ട്രി പൊല്യൂഷൻ തീരാറായി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി എന്നാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇൻഡസ്ട്രി പൊല്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. 35 മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയറമെൻറ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, നല്ലൊരു പടം എടുത്ത് വെച്ചിട്ട് നമുക്ക് ക്ലാസ് തിരിക്കട്ടെ. ഓക്കെ, സോ ഞാൻ അറ്റൻഡൻസ് വിളിക്കാവേ. ഒരു സെക്കൻഡ്. സ്റ്റോപ്പ്.